നമ്മുടെ യൂട്യൂബ് വീഡിയോസിൻ്റെ മെയിനായിട്ടുള്ളൊരു ഘടകമാണ് നമ്മുടെ തമ്പനെയിൽ ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ തമ്പനെയിൽ ഇമേജ് എത്രത്തോളം മികച്ചായി നിൽക്കുന്നോ അപ്പം അത്രത്തോളം നമ്മുടെ വീഡിയോസ് ആൾക്കാരിലേക്ക് എത്തുമെന്നുള്ളതാണ്. അപ്പം ഈ തമ്പനെയിൽ ഇമേജ് കാണുമ്പോഴാണ് നമ്മുടെ അതിലേക്ക് ആൾക്കാർക്ക് ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാകുന്നത്. അപ്പം തമ്പനെയിൽ ഇമേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇന്ന് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പ് മൊബൈലിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ പറയുന്നത്. അപ്പം ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളൊരു യൂട്യൂബ് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് പിക്സൽ ലാബ് എന്ന് പറയുന്ന ആപ്പ്. നമ്മൾ ഓപ്പൺ ആക്കാം. അത് യൂട്യൂബ് തമ്പനെയിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനാണ്. അതായത് യൂട്യൂബ് തമ്പനെയിലിനെ ആകർഷമാക്കാൻ വേണ്ടുന്നത് അതിൻ്റെ ഇമേജ്, ആ തമ്പനെയിൽ ഇമേജാണ് യൂട്യൂബ് വീഡിയോനെ ആകർഷമാക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഈ പിക്സൽ ലാബ് ഓപ്പൺ ആക്കിയിട്ടാകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഇൻ്റർഫേസാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതിൻ്റെ യൂട്യൂബ് തമ്പനെയിൽ സൈസിലേക്ക് മാറ്റാൻ വേണ്ടി മുകളിൽ റൈറ്റ് സൈഡിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തു. 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമേജ് സൈസ് കിട്ടും. ഇമേജ് സൈസിൽ നമുക്ക് കസ്റ്റം എന്നുണ്ട്. അത് ഓപ്പൺ ആക്കിയാൽ യൂട്യൂബ് തമ്പനെയിലിൻ്റെ സൈസിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അതായത് 1280 720 എന്ന സൈസ്. അപ്പോൾ യൂട്യൂബ് തമ്പനെയിൽ ഇമേജ് സൈസ് ആയത്. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. നമ്മളിവിടെ ഡിഫോൾട്ട് ബാക്ക്ഗ്രൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇത് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ മാറ്റിയാൽ ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആക്കാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് നമ്മളിവിടെ ടെക്സ്റ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് നമുക്ക് എഴുതേണ്ടത്? നമ്മളിവിടെ ഒരു PDF ഫയൽ MS വേർഡിലേക്ക് കൺവേർട്ട് ആക്കുന്നതിനെ കുറിച്ചുള്ളൊരു തമ്പനെയിൽ ഇമേജാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ടെക്സ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ആ പെൻ ബട്ടൺ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലുള്ള പെൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഉള്ളിലൊരു പെൻ ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഇത് കിട്ടി നമ്മളവിടെ എളുപ്പത്തിൽ നിന്നിപ്പം നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ കൺവേർട്ട് ചെയ്യും എന്നുള്ളത് നമ്മളിവിടെ ടെക്സ്റ്റ് ചെയ്യുന്നത്. അപ്പം എളുപ്പത്തിൽ നമ്മൾ ഫസ്റ്റ് എഴുതി കാണിച്ചു തരാം. അപ്പോൾ അത് നമ്മൾ സ്ക്രീനിൽ വന്നു എഴുതിയത്. അപ്പോൾ അതിന് നമുക്ക് അതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ഫോണ്ട് നമുക്ക് മാറ്റാൻ പറ്റും, കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ഓപ്ഷൻസ് നമ്മൾ ഇതിൽ അവൈലബിൾ ആണ്. അതായത് ഇവിടെ താഴെ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ എന്ന് പറയുന്ന ആ ഓപ്ഷനിൽ അതിൽ ഫോണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫോണ്ടിൽ നമുക്കത് ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറക്കാം. അതിന് കളർ മാറ്റാൻ നമുക്ക് ഇഷ്ടമുള്ള കളർ അതിൽ നിന്ന് എടുക്കാൻ പറ്റും. നമുക്ക് കളർ മാറ്റി അതുപോലെ തന്നെ കളർ മാറ്റി ഒക്കെ എടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇനിയിപ്പോൾ 3D ലെറ്റർ ആക്കണമെങ്കിൽ 3D ഇതിൽ തന്നെ ഉണ്ട്. ഈ എന്ന ഓപ്ഷൻ്റെ ഉള്ളിൽ 3D എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് 3D ആക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നമുക്ക് മൊബൈലിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ടെക്സ്റ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ഇമേജ് ആഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്താൽ ഫ്രം ഗാലറി കാണാം. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ 3 ഡോട്ട് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇമേജ് എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫ്രം ഗാലറിയിൽ നിന്നും ഇമേജ് എടുക്കുന്നു. അപ്പം അതിൽ നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ആക്കി വെച്ച ഒരു ഇമേജ് അവിടെ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലേക്ക് ആഡ് ചെയ്യാം. അത് നമുക്ക് അതിൻ്റെ സൈസൊക്കെ നമുക്ക് ഇഷ്ടമുള്ള അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് അതിനെ കർവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിവിടെ ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് BG എന്നൊരു ആപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ നല്ലൊരു ഫെസിലിറ്റി ഉള്ളൊരു ആപ്പ് തന്നെയാണ് നമ്മൾ പിക്സൽ ലാബ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പ്ലസ് ബട്ടണിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു സിമ്പിളുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിതിനെ സേവ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോയിൽ കമൻറ്റ് ഇടാനും ലൈക്ക് ഇടാനും ഒക്കെ മറക്കണ്ട. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. പുതിയ വീഡിയോ ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.